എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് രണ്ടാമത്തെ വിഷയമാണ് എടുക്കുന്നത്, ദ്രവ്യം, മാറ്റേഴ്സ് അല്ലെ. നമുക്ക് എക്സാമില് എപ്പോഴും ചോദ്യം വരാവുന്ന ഒരു മേഖലയാണ് ദ്രവ്യം. നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ് ഏതാണ് എടുത്തത്? വാതകങ്ങൾ എടുത്തു. ആലസവാതകങ്ങൾ ഏതാണ്? വാതക നിയമങ്ങൾ. നമുക്ക് വാതകങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അതാണ് പഠിക്കാനുള്ളത്. ആ 3 കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്. ഇന്ന് നമ്മൾ എന്താണ് എടുക്കുന്നത്? ദ്രവ്യമാണ്. ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ ഏതൊക്കെയാണ്? നമ്മൾ ഈ ഒരു ദ്രവ്യം എന്ന ടോപ്പിക് നമ്മൾ കെമിസ്ട്രിയിൽ സിലബസിലുണ്ട് അല്ലെ. ആ ദ്രവ്യം എന്ന ടോപ്പിക് എടുക്കുമ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു പോകുന്നത്? എന്തൊക്കെയായിരിക്കും പഠിച്ചു പോകുക? പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കുന്നത് ദ്രവ്യം എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ദ്രവ്യത്തിന്റെ ഒരു 4ാമത്തെ അവസ്ഥയുണ്ട്, പ്ലാസ്മാവസ്ഥ, അത് മനസ്സിലാക്കണം. പിന്നെ പിണ്ഡം പഠിക്കണം. LHC എന്താന്ന് പഠിക്കണം. അവസ്ഥാ പരിവർത്തനം എന്താണ്? ഉത്പതനം എന്താണ്? വ്യാപനം എന്താണ്? സ്വേദനം എന്താണ്? ആംശിക സ്വേദനം, സെപ്പറേറ്റിംഗ് ഫണല്, സെൻട്രിഫ്യൂഗേഷൻ, ക്രൊമാറ്റോഗ്രഫി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദ്രവ്യം എന്ന ടോപ്പിക് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ അങ്ങോട്ട് പഠിച്ചു പോകാം. നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് നിങ്ങൾ തരികയാണ്, നമ്മുടെ ചാനലിൽ തരികയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം കണ്ടന്റ് നമുക്ക്, അതായത് പൂർണ്ണമായും നമുക്ക് തരാൻ, അതായത് എന്താ പറയാ, ഒരു നല്ല സത്യസന്ധമായിട്ട് തന്നെ ഞാൻ ക്ലാസ്സുകൾ ചെയ്യും. പക്ഷെ നമുക്ക് സപ്പോർട്ട് കുറവാണ്. നിങ്ങളെ പോലെ എക്സാം എഴുതുന്ന വ്യക്തിയാണ് ഞാനല്ലേ. നമ്മൾ വെറുതെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് ക്ലാസ് എടുത്ത് ഇതിനെ റെക്കോർഡ് സമയം 2-2.5 മണിക്കൂറോളം നമുക്കൊരു ക്ലാസ്, ഈ ഒരു ക്ലാസ് ഇടാൻ വേണ്ടിയിട്ട് പോകണം. വെറുതെ എന്തെങ്കിലും കാട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് കാര്യമില്ല അല്ലെ. നിങ്ങളുടെ ടൈം നിങ്ങൾ അത് ചെലവാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് ഒരു മാർക്ക് കിട്ടണം. നമ്മൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്താണ് ആരെയും ചതിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 2-2.5 മണിക്കൂർ വെറുതെ പോയിട്ട് എന്താ കാര്യം? നമുക്കൊരു വ്യൂസും ഇല്ല, ഒന്നുമില്ല. അപ്പൊ എന്താണ്, അപ്പൊ ആ 2.5 മണിക്കൂർ എനിക്ക് പഠനത്തിൽ ചെലവഴിച്ചാൽ എനിക്കല്ലേ അതൊരു ബെനിഫിറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. താഴെ കമന്റുകൾ ഒന്ന് രേഖപ്പെടുത്തണേ. അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്കിത് ഓരോന്നായിട്ട് പഠിച്ചു പോകാം കേട്ടോ. ദ്രവ്യത്തിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എങ്ങനെയാണ് ദ്രവ്യത്തിന്റെ ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. പറയുന്ന കാര്യങ്ങൾ ഞാൻ പതുക്കെ നല്ല സ്ട്രെസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു പോകും. അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. സ്ഥിതി ചെയ്യാൻ, എങ്ങനെയാണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്ഥിതി ചെയ്യാൻ എന്താണ്? സ്ഥലം ആവശ്യമാണ്. പിന്നെയോ ഭാരം ഉണ്ട്. എന്താണ്? ഭാരം ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്ത്? ദ്രവ്യം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരം ഉള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യം എന്ന് പറയുന്നു. ഇനി ദ്രവ്യത്തിന്റെ അവസ്ഥകൾ: 1 ഖരാവസ്ഥ, 2 ദ്രാവകാവസ്ഥ, 3 വാതകാവസ്ഥ, 4 പ്ലാസ്മ, 5 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, 8 റൈഡ്ബർഗ് മെറ്റൽ, 9 ജാൻ ടെല്ലർ മെറ്റൽ, 10 കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. അപ്പൊ ഈ 10 ഒന്ന് നന്നായിട്ട് പഠിച്ചേ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ നമുക്ക് 4 നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. 5ാമത്തേതാണ് നമ്മുടെ ഐൻസ്റ്റീൻ വരുന്നത് കേട്ടോ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, 8 റൈഡ്ബർഗ് മാറ്റർ, 9 ജാൻ ടെല്ലർ മെറ്റൽ, 10 കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള നമ്മുടെ ദ്രവ്യത്തിന്റെ അവസ്ഥകളാണ് ടൈം ക്രിസ്റ്റൽ, റൈഡ്ബർഗ് പോളറോൺസ്, എക്സൈറ്റോണിയം, ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ്. ഇതൊക്കെ എന്താണ്? പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥകളാണ്. ഏതൊക്കെയാണ്? ടൈം ക്രിസ്റ്റൽ, റൈഡ്ബർഗ് പോളറോൺസ്, എക്സൈറ്റോണിയം, ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ്. ഇനി നമുക്ക് സവിശേഷതകൾ ഖരത്തിന്റെയും ദ്രാവകത്തിന്റെയും വാതക ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ബോക്സിലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ എന്താണ് സവിശേഷത?
നോക്കിക്കേ, ഖരം, ദ്രാവകം, വാതകം. കണികകൾ തമ്മിലുള്ള അകലം നോക്കുന്ന സമയത്ത് ഖര അവസ്ഥയില് എങ്ങനെയായിരിക്കും? വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യും. അതായത് കണികകൾ എങ്ങനെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? ഇങ്ങനെ അടുത്തടുത്തായിട്ടായിരിക്കും കണികകൾ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ദ്രാവകാവസ്ഥയിൽ എത്തുമ്പോൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അതിന് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ടാകും? ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഖരാവസ്ഥയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ വാതകാവസ്ഥയാണെങ്കിൽ അങ്ങനെയല്ല. എന്താണ്? വളരെ വളരെ അകലത്തിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കണികകൾ സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഖരാവസ്ഥ, ഈ ഒരു പിക്ചർ, നമുക്ക് ഈ 3 പിക്ചർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ 3 കാര്യങ്ങളും, കണികകളുടെ ചലനവും കണികകളുടെ പരസ്പര ആകർഷണ ബലവും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ 3 പിക്ചർ മനസ്സിലാക്കിയാൽ മതി. ഇനി കണികകളുടെ ചലനം എന്താണ്? ഇവിടെ ചലിക്കുമ്പോൾ ഇത് ഒരു കണിക ചലിക്കുമ്പോൾ ഇതിൽ വന്ന് മുട്ടില്ലേ? ഒരു കണിക ചലിക്കുമ്പോൾ അത് അടുത്തത് വന്ന് മുട്ടില്ലേ? അപ്പോ ചലന സ്വാതന്ത്ര്യം ഇവിടെ എന്താണ്? വളരെ കുറവാണ്. ഖരത്തിൽ അല്ലെ ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. പക്ഷെ ദ്രാവകാവസ്ഥയിൽ എത്തുമ്പോൾ ഇത് ഖരാവസ്ഥ, ഇത് ദ്രാവകാവസ്ഥ, ഇത് വാതകാവസ്ഥ. ഇനി ഖരാവസ്ഥയിൽ എന്താണ്? ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. ഇനി ദ്രാവകാവസ്ഥയിലാണെങ്കിലോ ഖരാവസ്ഥയിലേക്കാൾ കൂടുതൽ, കുറച്ച് എന്താണ്? സ്വാതന്ത്ര്യം ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെ? ഇനിയോ ഇവിടെയാണെങ്കിലോ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. എങ്ങനെ വേണമെങ്കിലും ചലിക്കാം. ഇനി കണികകളുടെ പരസ്പര ആകർഷണ ബലം. ആകർഷണ ബലം എന്താണ്? കൂടുതലാണ് അല്ലെ? പെട്ടെന്ന് ഇതിലുള്ള ഒരു കണിക, കാരണം അത്രയും അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇതിലെ കണികകൾ തമ്മിൽ എന്താണ്? പെട്ടെന്ന് ആകർഷിക്കാം. ഇനി ഖരാവസ്ഥയിലേക്കാൾ ആകർഷണം എന്താണ്? അത്രയ്ക്ക് വരില്ല അല്ലെ? ഇവിടെ ആകർഷണം കുറച്ചൊരു കുറവ് വരും. ഇവിടെയാണെങ്കിലും ആകർഷണം വളരെ കുറവാണ്. അതായത് ഇതിലെ കണികകൾ തമ്മിൽ, ഇതിലും കണികകൾ ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ തമ്മിൽ ആകർഷണം എന്താണ്? വളരെ കുറവാണ്. കാരണം എന്താണ്? വളരെ അകലത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. നമ്മള് ദ്രവ്യം പഠിച്ചു, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ പഠിച്ചു, ദ്രവ്യത്തിൽ പുതിയതായി കണ്ടിട്ടുള്ള അവസ്ഥകൾ ഏതാണ് പഠിച്ചു. ഖര പദാർത്ഥത്തിൽ എങ്ങനെയാണ് അവസ്ഥ, ദ്രാവകത്തിൽ എങ്ങനെയാണ്, വാതകത്തിൽ എങ്ങനെയാണ് പഠിച്ചു. നമ്മൾ ഇനി എന്താ പഠിക്കുന്നത്? പ്ലാസ്മ അവസ്ഥയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. എന്താണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്? ഉന്നതമായ താപനിലയിൽ, ഇവിടെ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഉന്നത താപനിലയിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണ്? ഉന്നത താപനിലയില് കണികകള് എങ്ങനെയാണ്? അയോണീകരിക്കപ്പെട്ട നിലയില് നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. ഉന്നത താപനിലയില് അയോണീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? പ്ലാസ്മാവസ്ഥയിൽ ഇത് പദാർത്ഥം സ്ഥിതി ചെയ്യുന്നത്. ഇനി സൂര്യൻ, നക്ഷത്രങ്ങള്, അങ്ങനെ സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം കാണപ്പെടുന്ന അവസ്ഥ എന്താണ്? പ്ലാസ്മാവസ്ഥയാണ്. അടുത്തത് പഠിക്കാനുള്ളത് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ. തന്മാത്രകൾ എങ്ങനെയാണ് പ്ലാസ്മാവസ്ഥയിൽ കാണപ്പെടുന്നത്? ക്രമരഹിതമായിട്ട് തന്മാത്രകൾ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മാവസ്ഥയിലാണ്. ഇനി വൈദ്യുത ചാർജുള്ള കണികകളായിട്ട് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നതും ഏതിലാണ്? പ്ലാസ്മാവസ്ഥയിലാണ്. ഇനി മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് അല്ലെ, മിന്നലില് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നതും പ്ലാസ്മാവസ്ഥയിലാണ്. അടുത്തത് പഠിക്കാനുള്ളത് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലാണ്. നമ്മുടെ പ്രപഞ്ചം എടുക്കുന്ന സമയത്ത് ദ്രവ്യം ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയാണോ ദ്രാവകാവസ്ഥയാണോ? എല്ലാ ദ്രവ്യം കൂടുതലായിട്ട് പ്ലാസ്മാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പ്ലാസ്മ അവസ്ഥയെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഉന്നതമായ താപനിലയില് കണികകള് അയോണീകരിക്കപ്പെട്ട നിലയിൽ, ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മാവസ്ഥയിലാണ്. തന്മാത്രകൾ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥയിലാണ്. വൈദ്യുത ചാർജുള്ള കണികകളായിട്ട് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്, മിന്നലിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ എന്താണ്? പ്ലാസ്മാവസ്ഥയാണ്.
അങ്ങനെ നമ്മൾ 4 അവസ്ഥകൾ ദ്രവ്യത്തിന്റെ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി 5ാമത്തെ അവസ്ഥയാണ് ഏത്? നമ്മൾ പറഞ്ഞില്ലേ 5ാമത്തെ ഏതാണ്? ഐൻസ്റ്റീന്റെ വരുന്നത് അല്ലെ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അല്ലെ. അതാണ്. അപ്പൊ ഇതിൽ ആരൊക്കെ വരും? 2 ശാസ്ത്രജ്ഞന്മാരുടെ പേര് പഠിക്കണം. ഒന്ന് സത്യേന്ദ്രനാഥ് ബോസ്, ആ ബോസിലത്തെയാണ് ഈ ബോസ്. പിന്നെ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീനും. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞന്മാരാണ് സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീൻ. അങ്ങനെ ഇവരുടെ പേര് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. 5ാമത്തെ ദ്രവ്യത്തിന്റെ അവസ്ഥയ്ക്ക് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇനി ബാധകാവസ്ഥയിലുള്ള എന്താണ് ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പറയുമ്പോ? ബാധകാവസ്ഥ ട്ടോ. ബാധകാവസ്ഥയിലുള്ള ബോസോണുകൾ ഏതാണ്? ബാധകാവസ്ഥയിലുള്ള ബോസോണുകൾ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കേവല പൂജ്യത്തിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. എന്താണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്? ബാധകാവസ്ഥയിലുള്ള ബോസോണുകളെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കേവല പൂജ്യത്തിന് വളരെ അടുത്ത താപനിലയിൽ എന്ത് ചെയ്യാണ് ഇവിടെ? കണ്ടൻസേറ്റ് ആണ് അല്ലെ. കണ്ടൻസേറ്റ് പറയുമ്പോൾ എപ്പോഴും തണുപ്പായിരിക്കും. തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പിന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ് എന്താണ്? ഈ ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ്. യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗ് ട്ടോ. എഡിൻബർഗിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ്. ഉയർന്ന മർദ്ദത്തിലും എങ്ങനെയാണ്? ഉയർന്ന മർദ്ദം താപനിലയിലൊക്കെയാണ് ഈ ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ് കാണപ്പെടുന്നത്. ഇനി കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ നമ്മൾ പഠിച്ചു അല്ലെ. കോർക്ക് എന്ന് പഠിച്ചു. ഈ കോർക്ക് മോഡൽ കണ്ടുപിടിച്ച പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥത്തിലും കാണപ്പെടുന്ന ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകമാണ് ഏത്? കോർക്ക് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും എന്താണ്? അടിസ്ഥാനപരമായിട്ട് കാണപ്പെടുന്ന ഒരു പ്രാഥമിക കണമാണ് കോർക്ക് എന്ന് പറയുന്നത്. കോർക്ക് മോഡൽ കണ്ടുപിടിച്ചത് ആരാണ്? മുറേ ജെൽമാൻ, ജോർജ് സിഗ്. മുറേ ജെൽമാനും ജോർജ് സിഗുമാണ്. കോർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് മുറേ ജെൽമാനാണ് കേട്ടോ. കോർക്ക് എന്ന പദം മുറേ ജെൽമാനാണ്. കോർക്കുകൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹാഡ്രോൺ എന്ന കണങ്ങള് രൂപപ്പെട്ടിരിക്കുന്നത്. കോർക്കുകൾ ചേർന്നിട്ടാണ് ഹാഡ്രോൺ എന്ന കണങ്ങള് രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി ഏറ്റവും സ്ഥിരമായിട്ടുള്ള ഹാഡ്രോൺ ഏതെന്ന് ചോദിച്ചാൽ സ്ഥിരമായ ഹാഡ്രോൺ ഏതാണ്? പ്രോട്ടോൺ ആണ് കേട്ടോ. സ്ഥിരമായ ഹാഡ്രോൺ പ്രോട്ടോൺ ആണ്. 3 കോർക്കുകൾ കൊണ്ട് നിർമ്മിതമായത് ഏതാണ്? ബേരിയോൺ ആണ് കേട്ടോ. 3 കോർക്കുകൾ കൊണ്ട് നിർമ്മിതമായ പദാർത്ഥമാണ് ഏത്? ബേരിയോൺ. ഇനി വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ കേട്ടോ. വളരെ ഉയർന്ന ഈ കണ്ടൻസേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? താഴ്ന്ന താപനില എന്ന് മാത്രം മനസ്സിലാക്കുക. എന്താണ്? കണ്ടൻസേറ്റ് എന്ന് പറയുമ്പോൾ താഴ്ന്ന താപനിലയാണ്. ബാക്കി കണ്ടൻസേറ്റ് ഇല്ലാത്ത വാക്ക് വരുമ്പോൾ അവിടെയൊക്കെ എന്തായിരിക്കും? ഉയർന്ന താപനില. അപ്പൊ കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്താണ്? ഉയർന്ന താപനിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി പദാർത്ഥങ്ങളുടെ ഊർജവാഹകരാണ് ബോസോൺ എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളുടെ ഊർജവാഹകരാണ് ഏത്? ബോസോൺ.
പദാർത്ഥങ്ങളുടെ ഊർജവാഹകരാണ് ബോസോൺ എന്ന് പറയുന്നത്. ബോസോൺ എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് പോൾ ഡിറാക് ആണ് കേട്ടോ. പോൾ ഡിറാക് ആണ് ബോസോൺ എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അഞ്ചാമത്തെ അവസ്ഥയായ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പഠിച്ചു. സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനുമാണ് പ്രവചിച്ച ശാസ്ത്രജ്ഞന്മാരാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ചിട്ട്. വാതകാവസ്ഥയിലുള്ള ബോസോണുകള് ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കേവല പൂജ്യത്തിന് അടുത്ത് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ്. ഉയർന്ന മർദ്ദത്തിലും താപനിലയിലുമൊക്കെയാണ് ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ് കാണപ്പെടുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും അടിസ്ഥാനപരമായിട്ട് കാണുന്ന ഒന്നാണ് കോർക്ക് എന്ന് പറയുന്നത്. കോർക്ക് മോഡൽ കണ്ടുപിടിച്ച മുറേ ജെൽമാനും എഡ്വിൻ ജോർജ് സിഗുമാണ്. കോർക്ക് എന്ന പദം കൊണ്ടുവന്നത് മുറേ ജെൽമാനാണ്. കോർക്കുകൾ ചേർന്ന് രൂപപ്പെട്ട കണങ്ങളാണ് ഹാഡ്രോൺ എന്ന് പറയുന്നത്. ഏറ്റവും സ്ഥിരമായ ഹാഡ്രോൺ എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. കോർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണമാണ് ഏത് ഗ്ലൂവോൺസ് കേട്ടോ. കോർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണമാണ് ഗ്ലൂവോൺസ്. 3 കോർക്കുകൾ ചേർന്ന് രൂപീകൃതമായ പദാർത്ഥമാണ് ബേരിയോൺ എന്ന് പറയുന്നത്. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇനി പദാർത്ഥങ്ങളുടെ ഊർജവാഹകർ എന്നറിയപ്പെടുന്നത് ബോസോൺ ആണ്. ബോസോൺ എന്ന പദം കൊണ്ടുവന്നത് ആരാണ്? പോൾ ഡിറാക്. ഇനി എന്താണ് മാസ് അല്ലെ? പിണ്ഡം എന്ന് പറയുന്നത് ഒരു ദ്രവ്യത്തിന്റെ പിണ്ഡം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് പിണ്ഡം എന്ന് പറയുന്നത്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ്? അത് ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ. അപ്പൊ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് എന്തെന്ന് ചോദിച്ചാൽ പിണ്ഡമാണ്. ഹിഗ്സ് ബോസോൺ ആണ് ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം. ഏതാണ്? ഹിഗ്സ് ബോസോൺ ആണ്. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ് കേട്ടോ. ദൈവകണം ഏതാണ്? ഹിഗ്സ് ബോസോൺ ആണ്. ദൈവകണം എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് ലിയോൺ ലിഡർമാൻ ആണ്. ലിയോൺ ലിഡർമാൻ ആണ് ദൈവകണം എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത്. ഇനി എന്താണ് LHC എന്ന് പറയുന്നത്? LHCയുടെ ഫുൾ ഫോം ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ആണ് LHCയുടെ ഫുൾ ഫോം. നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഹിഗ്സ് ബോസോണും മറ്റു പദാർത്ഥങ്ങളും നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിച്ച ഉപകരണത്തിന്റെ പേരാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. എന്തിനൊക്കെയാണ്? നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഹിഗ്സ് ബോസോണും മറ്റു പദാർത്ഥങ്ങളും നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിച്ച ഉപകരണമാണ്. ഓക്കെ. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ എനർജി പാർട്ടിക്കിൾ ആക്സിലേറ്റർ കൂടിയിട്ടാണ് ഇത് LHC എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ എനർജി പാർട്ടിക്കിൾ ആക്സിലേറ്റർ ആണ് ഇത് LHC എന്ന് പറയുന്നത്. എന്താണ് ഇനി അവസ്ഥാ പരിവർത്തനം പഠിക്കുന്നത്? കണികകള് എന്ത് ചെയ്യാറുണ്ട്? ദ്രവ്യത്തില് കണികകൾ താപം ആഗിരണം ചെയ്യുന്ന സമയത്ത് എന്താണ്? ഊർജം കണികകൾ ചെയ്യുമ്പോൾ ഊർജം, കണികകൾ തമ്മിലുള്ള അകലം, കണികകൾ തമ്മിലുള്ള ആകർഷണം, ചലനം എന്നിവയിലൊക്കെ മാറ്റം ഉണ്ടാകുന്നതാണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. കണികകൾ താപം ആഗിരണം ചെയ്യുമ്പോൾ എന്താണ്? ഊർജവും കണികകൾ തമ്മിലുള്ള അകലവും കണികകൾ തമ്മിലുള്ള ആകർഷണവും ചലനവും എന്നിവയിലൊക്കെ എന്തുണ്ടാകും? മാറ്റങ്ങൾ ഉണ്ടാകും. അതിനെയാണ് അവസ്ഥാ അതായത് ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. ഇപ്പൊ ഖരം തന്നെ ചൂടാക്കുന്ന സമയത്ത് നമുക്കറിയാം ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. പിന്നീട് ഖരം ദ്രാവകം വാതകത്തിന്റെ അവസ്ഥ അറിയില്ല. നമ്മൾ ഒരു വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നടക്കുന്നതൊക്കെ എന്താണ്? ഒരു അവസ്ഥാ പരിവർത്തനത്തിന് ഉദാഹരണമാണ്.
ഇനി എന്താണ് ഉത്പാദനം? ഉത്പാദനം എന്താണ്? സബ്ലിമേഷൻ അല്ലേ? സബ്ലിമേഷൻ. അതായത് ഒരു ഖരപദാർത്ഥത്തെ ചൂടാക്കുന്ന സമയത്ത് അത് ദ്രാവകമാകാതെ എന്തായി മാറുകയാണ്? വാതകം ആകുന്നതിനെ പറയുന്നതിനാണ് ഉത്പാദനം എന്ന് പറയുന്നത്. വാതകങ്ങൾ തണുപ്പിച്ചാൽ പിന്നെ എന്താകും? ഈ വാതകങ്ങൾ തണുപ്പിക്കുമ്പോൾ വീണ്ടും ഖരമായിട്ട് മാറും. അപ്പോൾ ഖരത്തിനെ ചൂടാക്കുമ്പോൾ നേരെ വാതകമാകാതെ ദ്രാവകമാകാതെ വാതകമാകുന്നു. ഈ വാതകത്തെ ചൂടാക്കിയാൽ നേരെ എന്താകുന്നത്? ഖരമാകുന്നു. ഉദാഹരണം, ഉത്പാദനത്തിന് ഉദാഹരണം എപ്പോഴും ചോദിക്കാറുണ്ട്. പാറ്റ ഗുളിക, പാറ്റ ഗുളിക, അയഡിൻ, പാറ്റ ഗുളിക, അയഡിന്, അമോണിയം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ്. ഓക്കെ, ഏതൊക്കെയാണ്? പാറ്റ ഗുളിക, അയഡിൻ, അമോണിയം ക്ലോറൈഡ്. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഉത്പാദനത്തിന് ഉദാഹരണമാണ്. ഇനി ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന പദാർത്ഥമാണ് ഏത്? അയഡിൻ എന്ന് പറയുന്നത്. അപ്പൊ ഉത്പാദനം എന്താണ് പഠിച്ചല്ലോ? സബ്ലിമേഷൻ. ഖരപദാർത്ഥം ചൂടാക്കുന്ന സമയത്ത് ദ്രാവകമാകാതെ നേരെ വാതകമാകുന്ന പ്രക്രിയയാണ് ഉത്പാദനം. ഉത്പാദനത്തിന് ഉദാഹരണമാണ് പാറ്റ ഗുളിക, അയഡിൻ, അമോണിയം ക്ലോറൈഡ്. ഈ അയഡിൻ എന്ന് പറയുന്നത് എന്താണ്? ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ. ഇനി എന്താണ് വ്യാപനം? അല്ലെ, ഡിഫ്യൂഷൻ എന്ന് പറയും. ഡിഫ്യൂഷൻ. ചലന സ്വാതന്ത്ര്യമുള്ള കണികകള് എങ്ങനെയാണ്? കണികകൾ എങ്ങനെയായിരിക്കണം? ചലന സ്വാതന്ത്ര്യമുള്ള, ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിന്, സ്വയമേവ പരസ്പരം കലരുന്നതിനെ പറയുന്നതാണ് ഏത്? വ്യാപനം. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്ന പ്രതിഭാസമാണ് വ്യാപനം. വ്യാപനത്തിന് ഉദാഹരണങ്ങൾ പഠിക്കണം. ചന്ദനത്തിരി. ഏതാണ്? ചന്ദനത്തിരിയും പഴങ്ങളുടെ മണവും. ചന്ദനത്തിരിയും പഴങ്ങളുടെ മണവും എന്തിന് ഉദാഹരണമാണ്? വ്യാപനത്തിന് ഉദാഹരണമാണ്. ഇനി ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥം എന്തായിരിക്കും? ശുദ്ധ പദാർത്ഥമായിരിക്കും അല്ലെ? ശുദ്ധ പദാർത്ഥമായിരിക്കും. ഒരേ കണികകൾ, ഒരേ സ്വഭാവമുള്ള കണികകൾ കൊണ്ട് നിർമ്മിതമായ പദാർത്ഥം ശുദ്ധ പദാർത്ഥമാണ്. ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണമാണ് ജലം, ഉപ്പ് എന്നിവ. ഇനി വ്യത്യസ്ത സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായ പദാർത്ഥമാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ് ഉപ്പുവെള്ളം, പിന്നെ മണ്ണ്, സോഡ വെള്ളം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ശുദ്ധപദാർത്ഥം പഠിച്ചു. എന്താണ് ശുദ്ധപദാർത്ഥം? ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥമാണ് ശുദ്ധപദാർത്ഥം. ഉദാഹരണം ജലം, ഉപ്പ്. വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം മിശ്രിതങ്ങൾക്ക് ഉദാഹരണം ഉപ്പുവെള്ളം, മണ്ണ്, സോഡ വെള്ളം. ഇനി നമുക്ക് മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി, സ്വേദനം പഠിക്കണം. ആംശിക സ്വേദനം, സെൻട്രിഫ്യൂഗേഷൻ, ക്രൊമാറ്റോഗ്രഫി. ഇതൊക്കെ നമുക്ക് എന്താണ്? മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതികളാണ് അല്ലെ? നമുക്കതില് സ്വേദനം പഠിക്കാം കേട്ടോ. സ്വേദനം പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തിളനില. ഇതൊരു പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. തിളനിലയിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? സ്വേദനം. ഇനി തിളനിലയിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ അവിടെയാണ് ആംശിക സ്വേദനം. സ്വേദനവും ആംശിക സ്വേദനവും പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക. സ്വേദനമാകുമ്പോൾ തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ, തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഏത്? സ്വേദനം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ സ്വേദനം ഉപയോഗപ്പെടുത്തുന്നത് എവിടെയൊക്കെയാണ്? സാധാരണ ലഭ്യമായ ജലത്തില് പല ലവണങ്ങൾ ഉണ്ടാവും അല്ലെ? അവയെ നീക്കം ചെയ്ത് കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാക്ടീരിയലും ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കാനുള്ള മാർഗം എങ്ങനെയാണ്? ഡിസ്റ്റിൽഡ് വാട്ടർ.
ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കാനുള്ള മാർഗം ഏതാണ്? സ്വേദനമാണ്. പിന്നെ കുത്തിവെക്കാനും സ്റ്റോറേജ് ബാക്ടീരിയലിനും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? സ്വേദനം. അപ്പൊ തിളനിലയിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഏതാണ്? സ്വേദനം. വലിയ വ്യത്യാസം പറയുമ്പോൾ എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ജലം എത്ര ഡിഗ്രിയിലാണ് തിളയ്ക്കുന്നത്? 100 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലെ? ഇനി അസറ്റോണോ? അസറ്റോൺ 56 ഡിഗ്രി സെൽഷ്യസ്. വലിയ വ്യത്യാസം വന്നു അല്ലെ? 44ഓളം വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ്? സ്വേദനമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി അംശിക സ്വേദനം എന്തായിരിക്കും? തിളനിലയില് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ലാസ്. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ എനിക്ക് ഇത് കൺഫ്യൂഷൻ വരും കേട്ടോ. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കൺഫ്യൂഷൻ വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വേദനവും പഠിക്കാറുണ്ട്, ആംശിക സ്വേദനം. ഇത് രണ്ടും വ്യത്യാസമാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്വേദനം പറയുമ്പോൾ ചെറിയ വാക്കാണ്, ആംശിക സ്വേദനം വലിയ വാക്കാണ് അല്ലേ? അപ്പൊ ചെറിയ വാക്കിന് എന്ത് ഇട്ട് കൊടുക്കുക? വലുതിട്ട് കൊടുക്കുക. അപ്പൊ തിളനിലയിൽ വലിയ വ്യത്യാസം. ഇത് ആംശിക സ്വേദനം അല്ലേ? അപ്പൊ നമുക്ക് ചെറുതിട്ട് കൊടുക്കുക, ചെറിയ വ്യത്യാസം. തിളനിലയിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ അവിടെ ആംശിക സ്വേദനം. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ എഥനോള്, ഇപ്പോ എഥനോളിന്റെ തിളനില എത്രയാണ്? 78 ഡിഗ്രി സെൽഷ്യസ് ആണ് എഥനോളിന്റെ തിളനില. ഇനി മെഥനോൾ ആണെങ്കിൽ മെഥനോളിന്റെ തിളനില 65 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ തിളനിലയിൽ വലിയ വ്യത്യാസം ഉണ്ടോ ഇവിടെ? ഇല്ല അല്ലെ? നമ്മൾ അവിടെ കണക്കാക്കിയത് എത്രയാണ്? 56ഉം 100ഉം തമ്മിൽ വ്യത്യാസം നോക്കിയില്ലേ ജലത്തിന്റെ. ഇവിടെയാണെങ്കിൽ എഥനോളും മെഥനോളും 78ഉം 65. തിളനിലയിൽ എന്താണ്? ചെറിയ വ്യത്യാസമേ ഉള്ളൂ അല്ലെ? അപ്പൊ അവിടെ ഉപയോഗിക്കുന്നതാണ് ആംശിക സ്വേദനം. അതുപോലെ ഈ ക്രൂഡ് ഓയിൽ ഉണ്ട് അല്ലെ? ക്രൂഡ് ഓയിൽ. ഈ ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോള്, അതുപോലെ ഡീസല്, പിന്നെ മണ്ണെണ്ണ, ഇതൊക്കെ വേർതിരിക്കാൻ, പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ആംശിക സ്വേദനം. ക്രൂഡ് ഓയിലിൽ നിന്ന് എന്തൊക്കെ വേർതിരിക്കും? പെട്രോളിയം വേർതിരിക്കും, ഡീസൽ വേർതിരിക്കും, മണ്ണെണ്ണ തുടങ്ങിയ ഉൽപ്പന്നങ്ങളൊക്കെ വേർതിരിക്കുന്ന പ്രക്രിയ ഏതാണ്? ആംശിക സ്വേദനമാണ്. ഇനി എന്താണ് സെപ്പറേറ്റിംഗ് ഫണൽ? പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കുന്നതിനുള്ള ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്? കണികകളുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ, കണികകളുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ കണികകളെ വേർതിരിക്കാനാണ് സെൻട്രിഫ്യൂഗേഷൻ. ഈ സെൻട്രിഫ്യൂഗേഷൻ ഉദാഹരണം എപ്പോഴും നമുക്ക് ചോദിക്കാറുണ്ട്. ഈ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നത് ഏത് മാർഗമാണ്? സെൻട്രിഫ്യൂഗേഷൻ ആണ് കേട്ടോ. വെണ്ണ വേർതിരിക്കുന്നത് സെൻട്രിഫ്യൂഗേഷൻ ആണ്. അതുപോലെ ഈ രക്തസാമ്പിളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗവും സെൻട്രിഫ്യൂഗേഷൻ ആണ്. അതുപോലെ രാസപരീക്ഷണങ്ങളിൽ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനും രാസപരീക്ഷണങ്ങളിൽ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനും സെൻട്രിഫ്യൂഗേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ഈ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്? ചായങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? ഘടകങ്ങൾ വേർതിരിക്കാനാണ് ക്രോമാറ്റോഗ്രഫി ഉപയോഗിക്കുന്നത്. ഇനി ഇതൊക്കെ നമുക്ക് SCRT-യിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത് ഫുള്ളും രക്തത്തിൽ കലർന്ന വിഷാംശങ്ങളെ വേർതിരിക്കാൻ ഏതാണ്? ക്രോമാറ്റോഗ്രഫിയാണ്. ഇവിടെ നമ്മൾ രക്തസാമ്പിളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനാണെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ, രക്തത്തിൽ നിന്ന് വിഷാംശങ്ങൾ വേർതിരിക്കാനാണെങ്കിൽ ക്രോമാറ്റോഗ്രഫി ഉപയോഗിക്കുന്നു. ഓക്കെ.
അപ്പോൾ ഇതൊക്കെയാണ് സെപ്പറേറ്റീവ് ഫണലും സെൻട്രിഫ്യൂഗേഷൻ ക്രോമാറ്റോഗ്രാഫിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് ഇഷ്ടപ്പെട്ടതിന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ടൊന്ന് എല്ലാ സുഹൃത്തുക്കളും ജോയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു.